പൂജ ശബരിമല സന്നിധാനത്ത് ഈ ധനുമാസ തിരുവാതിര ദിവസം, അതായത് മകരസംക്രമ ദിവസത്തിന്റെ തൊട്ട് തലേന്നത്തെ ഈ സായന്നത്തിലെ ദീപാരാധന, മഹാദീപാരാധന ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അല്പസമയം മുമ്പായിരുന്നെങ്കിൽ ആ ദീപാരാധനയുടെ മണിനാഥവും ഇവിടുത്തെ ശരണം വിളികളും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാമായിരുന്നു. ദീപാരാധന കഴിഞ്ഞു. ആ ദീപാരാധന കഴിഞ്ഞ് ഭക്തർ തൊഴുത് ഇറങ്ങുന്നു. ഒരു വശത്തോടെ കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് 18-ാം പടി കടന്ന് കയറി വരുന്നു. നാളെ വൈകിട്ട് ഇതുപോലെ സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥയെന്ന് പറയാൻ പറ്റും. ആ മണി മുഴങ്ങുന്ന സമയത്ത് എല്ലാ ഭക്തന്മാരും അങ്ങ് പൊന്നമ്പലമേട്ടിലേക്ക് നോക്കി തൊഴുകൈകളോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. എപ്പോഴാണ് അവിടെ മകരവിളക്ക് തെളിയുന്നതെന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. 6:40, 6:50 ആകുമ്പോഴേ തെളിയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാ കണ്ണുകളും അങ്ങോട്ടായിരിക്കും. തിരുവാഭരണം ചാർത്തി ഭഗവാന്റെ ദീപാരാധന ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ കണ്ണുകളും സന്നിധാനത്ത് നിന്ന് പൊന്നമ്പലമേട്ടിലേക്കാണ്. നാളെ ഈ സമയം മുതൽ ആ ചടങ്ങുകൾ ആരംഭിക്കും. ഏതാണ്ട് 7 മണിക്കുള്ളിൽ പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരവിളക്ക് തെളിയുന്നതോടുകൂടി മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും പൂർത്തിയാകും. ഒരു 41 ദിവസത്തെ വ്രതമെടുത്ത് ഈ മകരവിളക്ക് കാണാൻ വേണ്ടി വന്ന ഭക്തരുടെ ആ കാത്തിരിപ്പിന്റെ വിരാമം കൂടിയാണ്. പിന്നീട് അടുത്ത വർഷം മകരവിളക്ക് കാണാൻ വേണ്ടി സന്നിധാനത്തേക്ക് വരാം എന്നുള്ള, അല്ലെങ്കിൽ അതിന് അനുമതി തേടിക്കൊണ്ടാണ് സന്നിധാനത്ത് നിന്ന് അയ്യപ്പ ഭക്തന്മാർ ഓരോരുത്തരും മടങ്ങുന്നത്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഇപ്പോൾ തന്നെ ശബരിമല സന്നിധാനത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. അവരിവിടെ കാത്തിരിക്കുകയാണ്. നാളെ ഈ സമയം ഇതുപോലെ ഈ പൊന്നും തിരുനടയിൽ പിറക്കുന്ന സായന്നത്തിനു വേണ്ടി, അതും ആ സമയമാകുമ്പോഴേക്കും ഇന്നത്തെ സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിയും. അപ്പോഴേക്കും ആ സമയത്ത് സന്നിധാനത്തെ ഭൂമിയുടെ തന്നെ കാലാവസ്ഥയും മാറുകയും ചെയ്യും. മറ്റൊരു കാലാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നാളെ സംസാരിക്കുക. ആ സമയത്ത് കാറ്റ് കൂടുതലായിരിക്കും, ഇളം കാറ്റുണ്ടാകും. ആകാശം ഇതുപോലെ മേഘാവൃതമായിരിക്കില്ല. നല്ല കറുത്ത അന്തരീക്ഷമായിരിക്കും. കാര്യം മുകളിൽ തെളിയുന്ന മകരനക്ഷത്രം നമുക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു അന്തരീക്ഷം അയ്യപ്പൻ ഒരുക്കുന്ന ഒരു സാഹചര്യമായി നമുക്ക് മാറാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ വലിയ തിരക്കാണ്. ദർശന പുണ്യത്തിന് വേണ്ടി എത്തിയിരിക്കുന്നവരാണ്. ഏറ്റവും വലിയ ഒരു ഉത്സവ സീസൺ, അല്ലെങ്കിൽ ഏറ്റവും വലിയ അനുഷ്ഠാനമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തെ ഏറ്റവും വലിയ ദർശന പുണ്യത്തിന് വേണ്ടി വന്നിരിക്കുന്ന കാഴ്ചകളാണ്. ഈ വരുന്ന ഭക്തന്മാർ ഒരു കാരണവശാലും തിരിച്ച് പുറത്തേക്ക് ഇറങ്ങില്ല. കാര്യം അവർക്ക് എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പൊന്നമ്പലമേട്ടിൽ തെളിയിക്കുന്ന മകരവിളക്ക് കാണുക, ആ കിഴക്കൻ ചക്രവാളത്തിൽ തെളിയുന്ന മകരനക്ഷത്രം കാണുക, അതിനുശേഷം സർവാഭരണ വിഭൂഷിതരായി യോഗിയിൽ നിന്ന് ഒരു യോദ്ധാവിനെ പോലെ, പടനായകനെ പോലെ ഇരിക്കുന്ന ആ തിരുമുഖവും ചാർത്തി വാളും പരിചയും കുതിരയും ആ ആനയും ഒക്കെ തന്നെ ആയിട്ടിരിക്കുന്ന ആ ഒരു സ്വാമിയെ കാണുക, ആ യോദ്ധാവിനെ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. പിന്നീട് ഒരു പാച്ചിലാണ്. കാര്യം അവരുടെ ദർശന പുണ്യം പൂർത്തിയായിരിക്കുന്നു. അവർക്ക് വേണ്ടത്, അവർക്ക് ഏത് അയ്യപ്പനെയാണോ കാണാൻ വന്നത്, ഏത് രൂപത്തിലുള്ള അയ്യപ്പനെയാണോ കാണാൻ വന്നത്, അവർ ചിലപ്പോൾ ഈ പറയുന്ന നെയ്യഭിഷേക സമയത്തുള്ള നെയ്യഭിഷേക പ്രിയനായിട്ടുള്ള അയ്യപ്പനെ കണ്ടു കാണും. അതിനുശേഷം പുഷ്പാലങ്കൃത പ്രിയനായിട്ടുള്ള അയ്യപ്പനെ കണ്ടു കാണും. പിന്നീട് പക്ഷേ വർഷത്തിൽ വളരെ കുറച്ച് സമയത്ത് മാത്രമേ കാണാൻ സാധിക്കുന്ന ഒരു രൂപമാണ് യോദ്ധാവായിട്ടുള്ള അയ്യപ്പൻ. ആ അയ്യപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടമാണ്. ഒരു വർഷത്തെ അവരുടെ ഒരു ദർശന പുണ്യം പൂർത്തിയാക്കി അടുത്ത ഒരു വർഷം വളരെ സുഖകരമായി മുന്നോട്ട് പോകാൻ വേണ്ടി. വന്നു കഴിഞ്ഞാൽ ഭസ്മത്തിൽ അഭിഷിക്തനായ ഭഗവാനെയാണ് കാണുക. യോഗദണ്ഡമൊക്കെ പിടിച്ച് യോഗി നിദ്രയിലുള്ള അയ്യപ്പനെ, യോഗനിദ്രയിൽ ഇരിക്കുന്ന അയ്യപ്പ ഭഗവാനാണ്. പിറ്റേന്ന് ആ രൂപം മാറും. പിറ്റേന്ന് നെയ്യഭിഷേകം രാവിലെ മുതൽ തുടങ്ങും. അത് കാണുമ്പം ഈ അയ്യപ്പന്റെ ആ ഭസ്മത്തിലിരിക്കുന്ന, പൂർണ്ണമായിട്ടും ഭസ്മത്തിന്റെ ഒരു കൂമ്പാരത്തിലിരിക്കുന്ന ഒരു, നേരത്തെ പറയുന്നില്ലേ ചിതൽപുറ്റിലിരുന്ന ഒരു കഥയൊക്കെ ഉണ്ട്. നമുക്ക് ആ സമയം ഭഗവാനെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മഹായോഗി സന്യാസി ഇരിക്കുന്നത് പോലെ തന്നെയാണ്. അതേ ഫീല് തന്നെയാണ് കിട്ടുന്നത്. ഏതായാലും ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ശരിക്കും പുരാതന കാലങ്ങളിലൊക്കെ ശബരിമലയിലെ ക്ഷേത്രനട തുറക്കുകയും പൂജകൾ ആരംഭിക്കുകയും വലിയ ഉത്സവമായി കൊണ്ടാടുകയും ചെയ്യുന്നത് നാളെ മുതലാണ്. മകരവിളക്ക് ഉത്സവമാണ് ശബരിമലയിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഈ മകരവിളക്ക് തൊട്ട്, ഇപ്പോഴും മകരവിളക്ക് തൊട്ട് മകരം 1 തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ 5 ദിവസങ്ങൾ, ആ 5 ദിവസങ്ങളിലാണ് ശബരിമലയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഇത് കുരുതിയുണ്ട്, അതുപോലെ തന്നെ എഴുന്നള്ളത്തുണ്ട്, പലതരത്തിലുള്ള
അതെ, ശബരിമല സന്നിധാനത്ത് ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം മണിമണ്ഡപം കേന്ദ്രീകരിച്ചാണ്. മാളികപ്പുറത്തുള്ള മണിമണ്ഡപം എന്ന് പറയുന്നത് അയ്യപ്പ ഭഗവാന്റെ സമാധി സ്ഥലം എന്നുള്ള ഒരു രീതിയാണ്. അതായത് മണിമണ്ഡപത്തിലാണ് പിന്നീടുള്ള ചടങ്ങുകളല്ല, എഴുന്നള്ളത്തായാലും അവിടെ കുരുതിയായാലും എല്ലാം തന്നെ. നാളെ മുതൽ മണിമണ്ഡപത്തിൽ കളമെഴുത്തുണ്ട്. അയ്യപ്പ ഭഗവാന്റെ ഓരോ രൂപമാണ് കളമെഴുത്ത്. അതുമാത്രമല്ല ഈ മണിമണ്ഡപത്തിൽ നിന്ന് അയ്യപ്പ ഭഗവാനെ എഴുന്നള്ളിച്ച് 1-18 പടിയുടെ താഴെ വന്ന് അവിടെ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളെയാണ് മാളികപ്പുറത്തമ്മ എഴുന്നള്ളു എന്നുള്ള തെറ്റിദ്ധാരണയിൽ പല കഥകൾ പ്രചരിച്ചത്. അപ്പോൾ അത്തരം കഥകൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. മാളികപ്പുറത്തമ്മ ശബരിമല സന്നിധാനത്ത് മാളികപ്പുറത്തമ്മ എഴുന്നള്ളി വന്ന് 18 പടിയുടെ താഴെ വന്നു നിന്ന് അയ്യപ്പ ഭഗവാനെ നോക്കുമെന്ന് ഒരു കഥയൊക്കെ ഉണ്ട്. പക്ഷേ മാളികപ്പുറത്ത് നിന്ന് മാളികപ്പുറത്തമ്മ എങ്ങോട്ടും പോകുന്നില്ല. മണിമണ്ഡപത്തിൽ നിന്ന് അയ്യപ്പസ്വാമിയാണ് എഴുന്നള്ളി 18 പടിയിലേക്ക് വരുന്നത്. അത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. മകരം 1-നാണ് ശബരിമലയിലെ മകരസംക്രമ ഉത്സവം തുടങ്ങുന്നത്. അപ്പം നാളെ അവിടെ നടക്കുന്ന തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ മണിമണ്ഡപത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ സമാധിയിലിരിക്കുന്ന അയ്യപ്പസ്വാമിയെ വിളിച്ചുണർത്തുക എന്നുള്ളതാണ്. അവിടെ ഉണർത്തിയ ദിവ്യ തേജസ്സിനെ ഉണർത്തി വെച്ചുകൊണ്ടാണ് പിന്നീട് 5 ദിവസം ഗുരുതി വരെയുള്ള ഓരോ മണിമണ്ഡപത്തിലെയും ചടങ്ങുകൾ. അപ്പോൾ മണിമണ്ഡപം എന്ന് പറയുന്നത് ശ്രീചക്രമുള്ള സ്ഥാനമാണ്. അപ്പോൾ ദേവി സ്ഥാനം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ അപ്പുറത്ത് ഭദ്രകാളിയായി മാളികപ്പുറത്തമ്മയുണ്ട്, ശ്രീചക്രം സ്ഥാപിച്ചിട്ടുള്ള മണിമണ്ഡപമുണ്ട്, അവിടെ അയ്യപ്പസ്വാമിയുടെ സമാധി സ്ഥാനമാണ്. അതിനൊപ്പം ധർമ്മശാസ്താവിൽ അയ്യപ്പസ്വാമി വിലയം പ്രാപിച്ച ശബരിമല സാക്ഷാൽ ശ്രീകോവിൽ അവിടെ ഇരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു ശക്തി കേന്ദ്രമായി മാറുന്ന ശബരിമല സന്നിധാനം അവിടെ മകരവിളക്ക് പൂർണ്ണരൂപമായി മാറുന്ന സ്ഥലമായി മാറുന്നതാണ്. അതെ, പ്രത്യേകിച്ച് മകരവിളക്ക് ദിവസം അവിടെ എത്തുന്ന ഓരോ ആർക്കും, അത് മനുഷ്യനായാലും ജീവജാലങ്ങളായാലും അവർക്കെല്ലാം അത്രയും പുണ്യങ്ങൾ ലഭിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് മകരസംക്രമം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട 2 സംഘങ്ങൾ, അത് ആലങ്കാട്ട് സംഘവും അമ്പലപ്പുഴ സംഘവുമാണ്. ആലങ്കാട്ട് സംഘം പിതൃസ്ഥാനീയരാണെങ്കിൽ അമ്പലപ്പുഴ സംഘം മാതൃസ്ഥാനീയർ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നീടുള്ള ചടങ്ങുകളിലെല്ലാം ഈ മാതൃസ്ഥാനീയരായിട്ടുള്ള പിതൃസ്ഥാനീയരായിട്ടുള്ള സംഘങ്ങൾ എല്ലാവരും കൂടി ആണ് ഈ നമ്മുടെ മണിമണ്ഡപത്തിലെ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ എഴുന്നള്ളത്തുണ്ട്. ഈ മാളികപ്പുറത്തിന്റെയും അമ്പലപ്പുഴയുടെ അലങ്കാട്ടിന്റെ ഒക്കെ തന്നെ എഴുന്നള്ളത്തെന്ന് വെച്ചാൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു എന്താ പറയുക, ഒരു പുത്രനെ ആന കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ ഒരു പുത്രനെ കൊണ്ടുവരുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു ചടങ്ങുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഏറ്റവും അടുത്ത് പറയേണ്ടത് നാളത്തെ ഇവിടുത്തെ മകരവിളക്ക് ഉത്സവം എന്ന് തന്നെയാണ്. നാളെ മകരസംക്രമ പൂജ നടക്കുന്നത് 8:55 രാവിലെയാണ്. ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് കാലം മാറുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പ വിഗ്രഹത്തിൽ, ആ തങ്ക വിഗ്രഹത്തിൽ നെയ്യഭിഷേകം നടത്തുന്നു. ആ സമയത്തേക്ക് ഇവിടെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണമന്ത്രം ഭക്തിസാന്ദ്രമായി മുഴങ്ങിയിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. നാളെ രാവിലെ ഭക്തരെ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു കാരണവശാലും ഈ ഒരു ശ്രീകോവിലായിരിക്കണം നമ്മൾ കാണാൻ സാധിക്കുക. ഇവിടെയൊക്കെ തന്നെ പുഷ്പാലങ്കൃതമായി ഏതാണ്ട് വജ്രശോഭയിൽ തിളങ്ങുന്ന പുഷ്പാലങ്കാരമല്ല, കുരുത്തോല കൊണ്ടുള്ള അലങ്കാരമാണ്. അത് മാവേലിക്കരയിൽ നിന്നുള്ള അയ്യപ്പന്മാർ ഈ കുരുത്തോല കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരെ അതിനകത്ത് യഥാർത്ഥ വേലകളൊന്നും കാണിച്ചിട്ടില്ല. കാരണം ഒരുപാട് സർപ്രൈസുകൾ നാളെ ഈ അലങ്കാരത്തിന്റെ തൃശ്ശൂരിന്റെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറെ ചിത്രപ്പണികൾ അവർ കുരുത്തോല കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ ഈ ക്ഷേത്രത്തിന്റെ രൂപം തന്നെ മാറുകയും ചെയ്യും. മാത്രമല്ല ഈ ശബരിമല സന്നിധാനത്ത് ഈ മകരവിളക്ക് കാണാൻ വേണ്ടി ഇതിനകം തന്നെ എത്രത്തോളം ഭക്തരാണ് എത്തിയിരിക്കുന്നത്. ഈ 18 പടി കടന്ന് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിലേക്ക് ഒഴുകുന്ന ഒരു നദി പോലെയാണ് എനിക്ക് 18 പടി കാണുമ്പോൾ തോന്നുന്നത്. അവിടേക്ക് ഒരു ജലപ്രവാഹം പോലെ മുകളിലേക്ക് ഒഴുകിയെത്തുന്ന അയ്യപ്പ ഭക്തർ ഒരു തീർത്ഥം പോലെ അയ്യപ്പന്റെ പാതാരവിന്ദങ്ങളിലേക്ക് ലയിച്ച് ചേരുന്ന ഒരു കാഴ്ചയാണ് ഈ സന്നിധാനത്ത് നിന്ന് നമുക്ക് ഈ 18 പടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3000-ലധികം അടി സമുദ്രത്തിൽ നിന്ന് ഉയരത്തിലുള്ള ഒരു പ്രദേശമാണ്, ഒരു ക്ഷേത്രമാണ്, പുണ്യസങ്കേതമാണ്. അവിടേക്ക് ഒരു തിര പോലെ ഭക്തന്മാരിങ്ങനെ വരുന്നു. അതിനുശേഷം അയ്യപ്പൻ എന്ന് പറയുന്ന മഹാസാഗരത്തിലേക്ക് അവർ അലിഞ്ഞു ചേരുകയാണ്, അതിലൊന്ന് വിലയം പ്രാപിക്കുകയാണ്. നേരത്തെ ശ്രീ സാർ പറഞ്ഞ പോലെ മഹാബാഹു, നീണ്ട കൈകൾ കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ